നല്ല രുചിയിലും നല്ല മയത്തിലും നമുക്ക് ഗ്രീൻ പീസ് കറി വെക്കാനായിട്ട് തലേദിവസം കുതിർത്തെടുത്ത് ഗ്രീൻ പീസിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ക്യാരറ്റ് സവാള പച്ചമുളക് ഇടേണ്ട, ഉരുളക്കിഴങ്ങ്, ഉപ്പ്, പിന്നെ കുറച്ച് പെരുംജീരകം, പിന്നെ നമ്മുടെ മസാലകളെല്ലാം കൂടെ കുറേശ്ശെ പിച്ചി ഇട്ടിട്ട് അതിനെ അടച്ച് വെച്ച് ഒരു 5-6 വിസിലിൽ വേവിച്ചെടുക്കണം. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ അരപ്പ് തയ്യാറാക്കണമല്ലോ. അതിന് തിരുവിയ തേങ്ങയിൽ കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഇടണം. അതിനുശേഷം നമ്മൾ ഈ ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിരിക്കണില്ലേ, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, സവാള എല്ലാം ഇട്ട് അതിൽ ഒരു ശകലം ഒരു 2 സ്പൂണും കൂടെ കോരി അതിലിട്ട് നമ്മൾ ഈ അരയ്ക്കാനായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കണില്ലേ അതിലിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചിട്ട് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നമ്മൾ കടുക് താളിക്കുന്ന സമയത്ത് തക്കാളിയും പച്ചമുളകും കൂടെ അതിലിട്ട് വഴറ്റി ഇട്ട് കൊടുക്കണം. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്താൽ കറി ഇവിടെ റെഡിയാവും. പിന്നെ ഇതിന് കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടാനായിട്ട് ലാസ്റ്റ് ഒരു നുള്ളു പഞ്ചസാര നമ്മൾ ഇട്ട് കൊടുക്കണേ. അതും കൂടെ ഇട്ട് കൊടുക്കുമ്പോഴേക്ക് കറി ഇവിടെ സെറ്റായി ഭയങ്കര ടേസ്റ്റായിരിക്കും കറിക്ക്.